ഹായ് ഫ്രണ്ട്സ്, കൊറിയൻ നാഷണൽ പോലീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രണ്ടുപേർ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഏകദേശം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെയാണ് അവരും. കുറച്ചൊക്കെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം, വല്ല പെമ്പിള്ളേരുമായും സൊള്ളിക്കൊണ്ടിരിക്കണം, പറ്റിയാൽ അവരുടെ മൊബൈൽ നമ്പർ കൂടി ഒന്ന് മേടിക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വെച്ചുകൊണ്ടാണ് അവർ ഈ ട്രെയിനിങ് അക്കാഡമിയിൽ വന്ന് താമസിക്കുന്നത്. ഒരു ദിവസം ഒന്ന് ചില്ലൗട്ട് ചെയ്യാനായി അക്കാഡമിയിൽ നിന്നും പുറത്തേക്ക് പോയ അവർ അവരുടെ കൺമുമ്പിൽ വെച്ച് നടക്കുന്ന ഒരു ക്രൈമിന് സാക്ഷിയാവുന്നു. ശേഷം അവർ ആ ക്രൈം വെളിച്ചത്ത് കൊണ്ടുവരാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും തങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. പറഞ്ഞു വരുന്നത് 2017 സൗത്ത് കൊറിയയിൽ ഇറങ്ങി വൻ വിജയമായ മിഡ് നൈറ്റ് റണ്ണേഴ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. അവർ രണ്ടുപേർക്കും തങ്ങൾ കണ്ട ക്രൈമിലെ കുറ്റവാളികളെ പിടിക്കാൻ സാധിക്കുമോ എന്നറിയാൻ നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനലായ ഫാസ്റ്റ് കട്ട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. കൊറിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ 2015 പ്രവേശന ചടങ്ങ് കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അക്കാഡമിയിൽ ചേരാനായി ഒരുപാട് പേർ അവരുടെ രക്ഷിതാക്കളുടെ കൂടെ വന്ന് ആ ഹാളിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ മൈക്കിലൂടെ ട്രെയിനിങ്ങിനായി എത്തിച്ചേർന്നവരെല്ലാം മുടി വെട്ടാനായി യൂണിയൻ ഹാളിലേക്ക് പോകണമെന്ന് അറിയിപ്പ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൂടെ വന്നവരോടെല്ലാം യാത്ര പറഞ്ഞ് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ആ സ്ത്രീ മൈക്കിലൂടെ അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ പാർക്കും കാങ്ങും ഉണ്ടായിരുന്നു. ഇവരാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. മുടങ്ങാതെ ഭക്ഷണം കഴിക്കണമെന്നും മഞ്ഞ് കൊള്ളരുതെന്നും ഇവിടെ ബുദ്ധിമുട്ട് തോന്നിയാൽ നേരെ വീട്ടിലേക്ക് പോരെ എന്നും പാർക്കിന്റെ അമ്മ അവനോട് പറഞ്ഞു. അമ്മ എങ്ങനെ ടെൻഷൻ അടിക്കില്ലെന്നും പറഞ്ഞ് അവൻ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പാർക്ക് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്ന കാങ്ങിൻ്റെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് കെട്ടിപ്പിടിച്ചാലോടാ എന്ന് അച്ഛൻ കാങ്ങിനോട് പറയുമ്പോൾ അവൻ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടുന്നു. പെട്ടെന്ന് വന്ന അറിയിപ്പ് അനുസരിച്ച് കാങ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ട്രെയിനിങ്ങിന് വന്നവരെല്ലാം ലൈനായി അസംബ്ലിക്ക് നിൽക്കുകയാണ്. അപ്പുറത്ത് നിൽക്കുകയായിരുന്ന രക്ഷിതാക്കൾക്ക് സല്യൂട്ട് നൽകാൻ നിർദ്ദേശം കിട്ടിയതനുസരിച്ച് അവർ അവരുടെ രക്ഷിതാക്കൾക്ക് സല്യൂട്ട് ചെയ്യുന്നത് കാണിക്കുന്നു. അടുത്തതായി മുടി വെട്ടുന്ന സീനാണ് കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ മുടിയെല്ലാം നന്നേ ചെറുതാക്കിയായിരുന്നു അവർ വെട്ടിക്കൊണ്ടിരുന്നിരുന്നത്. കൂടുതൽ താഴ്ത്താതിരിക്കാൻ കഴിയുമോ, മുടി വെട്ടുന്ന ആളോട് പാർക്ക് ചോദിച്ചു. മുടി വളരാൻ ഭയങ്കര പാടാണ് അവൻ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും വെട്ടുന്ന ആൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പാർക്കിന് ശേഷം കാങ്ങിന്റെയും മുടി അതുപോലെ തന്നെ ചെറുതാക്കുന്നത് കാണാം. അടുത്ത സീനിൽ എല്ലാവരും ഒരു ഹാളിൽ ഇരിക്കുകയാണ്. 2 ആഴ്ചത്തെ മിലിറ്ററി ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്കിവിടെ ഉള്ളതെന്നും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന 96 പേരിൽ 4 പേർ ഈ ട്രെയിനിങ് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നും മൈക്കിലൂടെ ഒരാൾ അവരെ അറിയിക്കുന്നു. അടുത്ത സീനിൽ പാർക്കിന്റെയും കാങ്ങിന്റെയും കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പോലീസ് അവൻ ഇങ്ങോട്ട് വന്നതെന്ന് അവരോട് ചോദിക്കുന്നു. എൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടൊരു പോലീസ് അവൻ വന്നത് എന്നായിരുന്നു അവൻ പാർക്കിനോടും കാങ്ങിനോടും പറഞ്ഞത്. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാൻ പാർക്കിനൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എല്ലാവരും ബാറ്റിൽ യൂണിഫോമും ധരിച്ചുകൊണ്ട് 3 മിനിറ്റിനകം സെൻട്രൽ ഗ്രൗണ്ടിൽ എത്തിച്ചേരണമെന്ന അറിയിപ്പ് ലഭിക്കുന്നത്. ലേറ്റായി വന്നാൽ പണിഷ്മെന്റ് ഉണ്ടായിരിക്കുമെന്ന കാര്യവും അവർ കൂടെ തന്നെ അറിയിക്കുന്നു. ഉടനെ തന്നെ അവരെല്ലാവരും വേഗത്തിൽ ഡ്രസ് ചെയ്ത് സെൻട്രൽ ഗ്രൗണ്ട് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ശേഷം അവരെ കാത്തിരുന്നത് ശക്തമായ പരിശീലന മുറകൾ തന്നെയായിരുന്നു. ഓരോ ട്രെയിനിങ് സെഷനുകളും അവർ വളരെ ബുദ്ധിമുട്ടി കംപ്ലീറ്റ് ചെയ്യുന്നു. അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഉറങ്ങിക്കിടന്നവരെ പുലർച്ചെ തന്നെ അലാം അടുപ്പിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും പരിശീലനം നടത്തിപ്പിക്കുന്നു. അടുത്ത സീനിൽ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം മേടിക്കുകയായിരുന്ന പാർക്ക് വിളമ്പുന്നയാളോട് 2 സോസേജ് കൂടുതൽ തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. നിനക്ക് തന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെടുത്ത് കൊടുക്കും എന്ന് വിളമ്പുന്നയാൾ തിരികെ ചോദിക്കുന്നു. അവൻ ഭക്ഷണത്തിന്റെ പ്ലേറ്റും എടുത്ത് നേരെ കാങ്ങിന്റെ അടുത്ത് പോയിരുന്നു. കാങ്ങിന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അവന്റെ പ്ലേറ്റിലാണെങ്കിൽ കൊടുത്ത 2 സോസേജും ബാക്കി ഇരിപ്പുണ്ട്. നീ സോസേജ് കഴിക്കുന്നില്ലേ എന്ന് അവൻ കാങ്ങിനോട് ചോദിച്ചു. സോസേജിനകത്തെ സോഡിയം ഗ്ലൂട്ടമേറ്റും സോഡിയം നൈട്രേറ്റും ക്യാൻസറിന് കാരണമാകുന്നതുകൊണ്ട് ഞാനത് കഴിക്കാറില്ല എന്ന് കാങ് അവന് മറുപടി കൊടുക്കുന്നു. എന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് കാങ് അവന്റെ പ്ലേറ്റിലുണ്ടായിരുന്ന 2 സോസേജും എടുത്ത് തട്ടുന്നു. തുടർന്നും അവർക്കുള്ള പരിശീലന സെഷനുകളാണ് കാണിക്കുന്നത്. സെഷനുകൾക്കിടയിൽ പലർക്കും പരിക്ക് പറ്റുന്നുണ്ട്. അടുത്ത സീനിൽ അവരെ വേറൊരാൾ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത് കാണിക്കുന്നു. മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന മാസ്റ്റർ അവരുടെ ബാച്ചിൽ നിന്നും 2 പേർ പിരിഞ്ഞുപോയ കാര്യം അവരെ അറിയിച്ചു. നിങ്ങൾ ലക്ഷ്യത്തോട് അടുത്തെത്തിയിട്ടുണ്ടെന്നും നിങ്ങളെക്കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അയാൾ അവർക്ക് പ്രചോദനം നൽകി. അടുത്ത സീനിൽ അവർ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ അവസാനത്തെ ദിവസമാണ്. ആയതിനാൽ 1 മണിക്കൂറിനുള്ളിൽ അപ്പുറത്തുള്ള കുന്ന് കയറി തിരികെ ഇവിടെ എത്തുന്നവർക്ക് മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന് അവരെ പരിശീലിപ്പിക്കുന്ന ലീ ജൂഹി അവരോട് പറഞ്ഞു. ശേഷം അവരെല്ലാം കുന്ന് ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. കുന്നിലൂടെ ഓടുന്നതിനിടയിലാണ് കാങ്ങിന്റെ കാലുളുക്കി അവൻ നിലത്തേക്ക് വീണത്. വീണിടത്ത് നിന്നും എഴുന്നേൽക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ സഹായത്തിനായി അതിലൂടെ ഓടിക്കൊണ്ടിരുന്ന പലരെയും വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അവനെ സഹായിക്കുന്നില്ല. അപ്പോഴാണ് പാർക്ക് ആ വഴി വന്നത്. കാങ് പാർക്കിനോട് സഹായം ചോദിച്ചു. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലെന്ന് പാർക്ക് മറുപടി പറഞ്ഞു. അത് കേട്ട് കാങ് ഞാൻ നിനക്കെന്റെ സോസേജ് തന്നലടാ എന്നൊക്കെ ചോദിക്കുന്നു. സഹായത്തിനായി കെഞ്ചി പറഞ്ഞിട്ടും പാർക്ക് അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ കാങ് ഞാൻ നിനക്ക് ബീഫ് മേടിച്ചു തരാമെന്ന് പറയുന്നു.
അത് കേട്ട് മയങ്ങിയ പാർക്ക് കാങ്ങിനെയും ചുമലിലേറ്റി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഗ്രൗണ്ടിലേക്ക് ബാക്കി എല്ലാവരും തിരികെ എത്തിയിട്ടും ഇവർ രണ്ടുപേരും മാത്രം വന്നില്ല. സമയമാണെങ്കിൽ തീർന്നിട്ടുമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു. കാങ്ങിനെ പാർക്ക് തോളിലെടുത്ത് വരുന്നത് കണ്ട ലീ ജൂഹി എന്താണ് സംഭവിച്ചതെന്ന് അവരോട് ചോദിക്കുന്നു. ഓടുന്നതിനിടയിൽ കാലുളുക്കി വീണ കാര്യം കാങ് ലീ ജൂഹിയോട് പറയുന്നു. ഇത് കേട്ട ലീ ജൂഹി ഓട്ടം പൂർത്തിയാക്കി വന്ന് നിൽക്കുന്നവർക്ക് നേരെ തിരിഞ്ഞു. ഇവരെ ഈ അവസ്ഥയിൽ കണ്ടവരെല്ലാം ഒന്ന് കൈപൊക്കിയേ, ലീ ജൂഹി ബാക്കിയുള്ളവരോട് പറഞ്ഞു. അവിടെ നിൽക്കുന്ന എല്ലാവരും കൈപൊക്കി. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കലാണ് പോലീസിന്റെ ഡ്യൂട്ടി. അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ടാസ്ക് ഒരിക്കൽ കൂടി ചെയ്യണം എന്ന് ലീ ജൂഹി അവരോട് പറഞ്ഞു. ഇത് കണ്ട് അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്ന പാർക്കിനും കാങ്ങിനും ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷമുള്ള സീനിൽ പാർക്കും കാങ്ങും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കാങ് പാർക്കിനോട് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ കാശില്ല, ഇവിടെയാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കാങ്ങിനോട് പാർക്ക് തിരികെ പറയുന്നു. അതൊക്കെ വിട്, നമ്മൾ എപ്പോഴാണ് ബീഫ് കഴിക്കാൻ പോകുന്നത്? പാർക്ക് കാങ്ങിനോട് ചോദിച്ചു. ഞാൻ നന്നായി തന്നെ കഴിക്കും കേട്ടോ എന്ന് പറഞ്ഞ പാർക്കിനോട് പ്രശ്നമില്ല, ഞങ്ങൾക്ക് സ്വന്തമായി ബീഫ് കടയുണ്ടെന്ന് കാങ് മറുപടി പറയുന്നു. ട്രെയിനിങ്ങിനിടയിലെ സംഭവത്തിന് ശേഷം അവർ നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു. അവർ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. ദിനചര്യകളിൽ ഏർപ്പെടുന്നതിനിടയിൽ എനിക്കൊന്ന് നോർമലായി ഡ്രസ്സ് ഇടാൻ കൊതിയാവുന്നെന്ന് കാങ് പാർക്കിനോട് പറയുന്നു. ദിവസവും ഈ പച്ച കളറുള്ള യൂണിഫോം ഇട്ട് നടക്കുന്നത് അവന് ഇഷ്ടമാവുന്നില്ല. അടുത്ത സീനിൽ അവരുടെ സുപ്പീരിയറായ പ്രൊഫസർ യാങ് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. പ്രായപൂർത്തിയായ സ്ത്രീകളെയും 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെയുമാണ് ഇന്ന് കൂടുതലായും തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അയാൾ അവരോട് പറയുന്നു. ഒരാളെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഇര കൊല്ലപ്പെടാൻ സാധ്യതയുള്ള സമയപരിധിയെ ക്രിട്ടിക്കൽ അവേഴ്സ് എന്നാണ് വിളിക്കുക. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ ക്രിട്ടിക്കൽ അവേഴ്സ് 7 മണിക്കൂറുകൾക്ക് ശേഷമാണെന്നും അയാൾ അവരോട് പറയുന്നു. ശേഷം അടുത്ത സീനിൽ വേറൊരാൾ അവർക്ക് സെൽഫ് ഡിഫൻസിനുള്ള ഉപായങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പാർക്കിന്റെയും കാങ്ങിന്റെയും അടുത്തേക്ക് കൂടെ ട്രെയിൻ ചെയ്യുന്ന ഒരാൾ വരുന്നത് കാണിക്കുന്നു. ശേഷം അവൻ അവന്റെ മൊബൈലിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതെന്റെ കാമുകിയാണ്, അവൻ അവരോട് പറഞ്ഞു. നീ ഇവളെ എവിടെ നിന്ന് ഒപ്പിച്ചു? അവർ അവനോട് ചോദിച്ചെങ്കിലും അവൻ ഒന്നും പറയുന്നില്ല. അവൻ അവിടെ നിന്നും പോകുന്നു. അവനെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം എന്ന് പാർക്ക് കാങ്ങിനോട് പറഞ്ഞു. അടുത്ത സീനിൽ മാർഷൽ ആർട്സ് പരിശീലന ക്ലാസ് ആണ് കാണിക്കുന്നത്. പരിശീലന മത്സരത്തിൽ വെച്ച് പാർക്ക് കാമുകിയുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിൽ ലോക്ക് ഇട്ട് പിടിക്കുന്നു. എവിടെ നിന്നാണ് അവളെ കിട്ടിയത് എന്ന പിടുത്തത്തിൽ പാർക്ക് അവനോട് ചോദിച്ചു. ഒക്ടാഗോൺ ക്ലബ്ബിൽ വെച്ചാണ് ഞാൻ അവളെ കണ്ടതെന്ന് അവൻ മറുപടി പറഞ്ഞു. അടുത്ത സീനിൽ പാർക്കും കാങ്ങും ഒക്ടാഗോൺ ക്ലബ്ബിലേക്ക് കയറാനുള്ള പദ്ധതി മെനയുകയാണ്. അവിടേക്ക് കയറാൻ തന്നെ $30 ആവുമെന്നും അതിനാൽ നമുക്ക് ഡ്രിങ്ക്സ് ഒന്നും മേടിക്കേണ്ടെന്നും പാർക്ക് പറഞ്ഞു. ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കാതെ നമ്മൾ എങ്ങനെയാണ് പെൺപിള്ളേരെ വളയ്ക്കുന്നത് എന്ന് കാങ് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചാൽ മതി, അവർ അപ്പോൾ തന്നെ വീഴുമെന്ന് പാർക്ക് മറുപടി പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കാങ് അവിടെ വെച്ചൊരു ഇളിഞ്ഞ ചിരി പാർക്കിന് കാണിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ ക്ലബ്ബിലേക്ക് പോകാനായി ഇരുവരും കുളിച്ചൊരുങ്ങിയ ശേഷം കോട്ട് കടമേടിക്കാനായി തൊട്ടടുത്തുള്ള റൂമിലുള്ള സുഹൃത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവർക്ക് ക്ലബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കക്ഷിയാണ് ഈ സുഹൃത്ത്. കോട്ട് തരണമെങ്കിൽ അടുത്ത ജൂഡോ മാച്ചിൽ എല്ലാവരുടെയും മുമ്പിലിട്ട് എനിക്ക് നിന്നെ മലർത്തിയടിക്കണം എന്നതായിരുന്നു കോട്ട് നൽകാനായി അവൻ പാർക്കിന് നേരെ വെച്ച കണ്ടീഷൻ. ആ കണ്ടീഷൻ മനസ്സോടെ സമ്മതിച്ച് പാർക്കും കാങ്ങും അവിടെ നിന്നും കോട്ടും എടുത്തുകൊണ്ട് പോകുന്നു. പ്രണയാവശ്യം ലീവ് തരണം എന്നായിരുന്നു അവർ ലീവ് ആപ്ലിക്കേഷനിൽ എഴുതി വെച്ചിരുന്നത്. അത് കണ്ട് സുപ്പീരിയർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവർക്ക് ലീവ് കൊടുക്കുന്നു. അടുത്തതായി ക്ലബിനകത്തുള്ള രംഗങ്ങളാണ് കാണിക്കുന്നത്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം കൈ കൊടുത്തും സംസാരിച്ചും കാങ്ങും പാർക്കും നല്ല ഹാപ്പി മൂഡിൽ തന്നെയായിരുന്നു. ശേഷം ഒരുപാട് പേർ ഡാൻസ് കളിക്കുന്നിടത്തേക്ക് കാങ് പോയി. അവരോടൊപ്പം ഡാൻസ് കളിക്കാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് ആരും തന്നെ കാങ്ങിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇപ്പുറത്ത് പാർക്കിനും. അവൻ ഒരുത്തിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പെട്ടെന്ന് ഒരുത്തി വന്ന് കാങ്ങിനോട് കൂടെ ഡാൻസ് കളിക്കാൻ വരാമെന്ന് ചോദിക്കുന്നു. അതിനുശേഷം കാങ്ങിനോടൊപ്പം അല്പനേരം ഡാൻസ് കളിച്ച ശേഷം അവൾ തന്റെ ബോയ് ഫ്രണ്ട് വന്നപ്പോൾ അവന്റെ ഒപ്പം പോകുന്നു. തൊട്ടപ്പുറത്ത് പാർക്ക് ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു പോലീസ് ആവാനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞ ഉടൻ അവൾ പോലീസ് ആയാൽ നിന്റെ ജീവിതം കുട്ടിച്ചോറാവുമെന്ന് അവന്റെ ചെവിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ കാങ്ങും പാർക്കും ഒരു ഹോട്ടലിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹോട്ടലിലുണ്ടായിരുന്ന ടിവിയിൽ ഏതോ പണക്കാരന്റെ കൊച്ചുമകനെ കാണാതായ വാർത്ത ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ വെച്ച് അവർ പരസ്പരം നമ്മൾ പോലീസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അല്പം റിലാക്സ് ആവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാമെന്ന് പാർക്ക് പറയുമ്പോൾ നമുക്ക് ഇന്റർനെറ്റ് കഫേയിൽ പോയി വീഡിയോ ഗെയിം കളിക്കാമെന്ന് കാങ് അവനോട് തിരികെ പറയുന്നു. ശേഷം അവർ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി. പുറത്തു വെച്ചാണ് അവരെ പാസ് ചെയ്ത് റോഡിലൂടെ പോയ സുന്ദരിയായൊരു സ്ത്രീയിലേക്ക് അവരുടെ ശ്രദ്ധ പോയത്. അവൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് അവളെ ഫോളോ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് അവർ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് അവൾ ഇവരെ തിരിഞ്ഞു നോക്കി. അതിനുശേഷം കാങ്ങും പാർക്കും ആ പെൺകുട്ടിയെ പിന്തുടരാൻ തുടങ്ങി. ആരാണ് അവളുടെ നമ്പർ ചോദിക്കുക എന്നതിൽ കൺഫ്യൂഷനായ അവർ റോക്ക് പേപ്പർ സിസേഴ്സ് കളിച്ച് ആളെ തീരുമാനിക്കാൻ ഒരുങ്ങുന്നു. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൾ നടന്നു പോകുന്നതിന്റെ വശത്തായി പാർക്ക് ചെയ്തിട്ടിരുന്ന കാറിൽ നിന്നും ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളുടെ തലക്കിട്ടടിച്ച് കാറിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത് അവർ കണ്ടത്. അവർ ഉടനെ തന്നെ ആ കാറിന് പിന്നാലെ ഓടാൻ തുടങ്ങി. ഒരുപാട് നേരം ഓടിയെങ്കിലും അവർക്ക് ആ കാറിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ശേഷം അവർ ഫോൺ എടുത്ത് 911 വിളിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നവർ എമർജൻസിയിൽ അറിയിക്കുന്നു.
തട്ടിക്കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ ചോദിക്കുമ്പോൾ പാർക്കിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കാങ് കൃത്യമായി നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നതായിരുന്നു അവർ കൊടുത്ത മറുപടി. പോലീസ് വരുന്നതുവരെ അവിടെ തന്നെ നിൽക്കണമെന്ന് അവരോട് ഫോൺ വിളിച്ച ആൾ പറയുന്നു. പോലീസ് വരാൻ സമയം പിടിക്കുമെന്ന് മനസ്സിലാക്കിയ കാങ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറയാമെന്ന് പറഞ്ഞു. ശേഷം അവർ ഒരു ടാക്സി പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരോട് വിവരം പറയുമ്പോൾ മറ്റൊരു കേസ് അന്വേഷണത്തിനായി പോവുകയാണെന്ന് അവർ മറുപടി കൊടുക്കുന്നു. ഏതോ പണക്കാരന്റെ ചെറുക്കനെ കാണാനില്ല, അതിന്റെ പുറകെ ഫോഴ്സ് മുഴുവൻ പോവാനാണ് ചീഫിന്റെ നിർദ്ദേശം എന്ന് അവിടുത്തെ ഓഫീസർ അവരോട് പറയുന്നു. ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ശേഷം ഞാൻ ഉടനെ തന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് ഓഫീസർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. തട്ടിക്കൊണ്ടുപോയവരുടെ ക്രിട്ടിക്കൽ അവറിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്ന് അവർ അയാളോട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ചീഫ് ഏൽപ്പിച്ച കേസാണ്, ആദ്യം ഇത് തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. ഇനി എന്ത് ചെയ്യും? കാങ് പാർക്കിനോട് ചോദിച്ചു. അയാൾ വരാൻ സമയമെടുക്കും, അവളെ കണ്ടത് നമ്മളല്ലേ, നമുക്ക് അന്വേഷിക്കാമെന്ന് പാർക്ക് അവനോട് പറയുന്നു. അതിന് നമുക്ക് ഫോൺ ടാപ്പ് ചെയ്യാനോ CCTV ചെക്ക് ചെയ്യാനോ ഒന്നും കഴിയില്ലല്ലോ എന്ന് കാങ് പാർക്കിനോട് ചോദിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും, നീ ആലോചിക്ക് എന്നായിരുന്നു പാർക്കിന്റെ മറുപടി. അതിനുശേഷം അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. അവിടെ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് കാങ് പാർക്കിനോട് പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു പാർക്കിന്റെ മറുപടി. അവർ ടാക്സിയിൽ നിന്നും ഇറങ്ങി നേരെ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടി വരുന്ന സീനാണ് അടുത്തതായി കാണിക്കുന്നത്. അവളെ കൊണ്ടുപോയ കാർ ആദ്യം തന്നെ അവിടെ നിർത്തിയിട്ടിരുന്നെങ്കിൽ അവർ കുറ്റകൃത്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്ന് കാങ് പാർക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് അവർ നിൽക്കുന്നതിന് മുമ്പിലായി റോഡിൽ എന്തോ ഒരു സാധനം കാണുന്നു. അത് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് പാർക്ക് കാങ്ങിനോട് ചോദിച്ചു. ഉടനെ തന്നെ അവർ ആ സാധനത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. കവറിൽ പൊതിഞ്ഞു വെച്ചിരുന്ന എന്തോ ഒന്നായിരുന്നു അത്. അവർ ആ കവർ തുറന്നു നോക്കിയപ്പോൾ എന്തോ ഭക്ഷണമായിരുന്നു അതിനകത്ത് കണ്ടത്. ഇത് 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇതിനർത്ഥം അവളുടെ വീട്ടിൽ വേറെയും ആളുകളുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് അവളുടെ വീട് അഡ്രസ് ആണ് എന്ന് പാർക്ക് കാങ്ങിനോട് പറഞ്ഞു. തൊപ്പൂക്കി എന്നായിരുന്നു ആ ഭക്ഷണ സാധനത്തിന്റെ പേര്. അഡ്രസ് കണ്ടെത്താനായി ആദ്യം ഇവൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് അറിയണം. തൊപ്പൂക്കി പെട്ടെന്ന് മാർദ്ദവപ്പെടുന്ന വിഭവമായതിനാൽ മിക്കവരും ഇത് വീടിനടുത്ത് നിന്ന് തന്നെയായിരിക്കും വാങ്ങുക എന്ന് കാങ് പാർക്കിനോട് പറഞ്ഞു. ശേഷം തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അവൾ പാതി ബോധത്തിൽ കാറിൽ കിടപ്പുണ്ടായിരുന്നു. ചുറ്റും അവളെ തട്ടിക്കൊണ്ടുപോയവർ ഇരിപ്പുണ്ട്. അവർ ആർക്കോ വിളിച്ച് ഇവളുടെ കച്ചവടം സെറ്റാക്കുകയായിരുന്നു. ഇതേ സമയം പാർക്കും കാങ്ങും കയ്യിലുള്ള ഭക്ഷണവും വെച്ച് ഓരോരോ ഹോട്ടലുകളായി കയറി ഇറങ്ങുകയായിരുന്നു. പക്ഷെ അവിടെയുള്ള ഭക്ഷണങ്ങളുമായി ഒന്നും തൊപ്പൂക്കി മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. അന്വേഷിച്ച കട കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവർ ഒരിടത്ത് അസ്വസ്ഥരായി നിൽക്കുകയാണ്. ഹോട്ടലുകളെല്ലാം ഒരുവിധം അടച്ചു കാണും. നമുക്ക് കാര്യം പറഞ്ഞ് പ്രൊഫസർ യാങ്ങിനെ വിളിച്ചാലോ എന്ന് കാങ് പാർക്കിനോട് ചോദിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അയാൾ അറിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് പാർക്ക് അതിന് മറുപടി പറയുന്നു. അവർ വീണ്ടും ഹോട്ടലുകളിൽ കയറി അന്വേഷിക്കാൻ തുടങ്ങി. അടുത്തതായി അന്വേഷിച്ചൊരു ഹോട്ടലിൽ കയ്യിലുള്ള തൊപ്പൂക്കിയോട് സാമ്യമുള്ളൊന്ന് കാണുന്നു. ഇത് ഇവിടെ നിന്ന് മേടിച്ചതല്ലേ? അവർ കടയിലുള്ള സ്ത്രീയോട് ചോദിച്ചു. അതെന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഇത് വാങ്ങിച്ച പെൺകുട്ടിയെ ഓർമ്മയുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പേർ വരാറുണ്ടെന്ന് ആ സ്ത്രീ അവരോട് പറയുന്നു. ശേഷം അവർ പറഞ്ഞു കൊടുക്കുന്ന അടയാളങ്ങൾ വെച്ച് ആ സ്ത്രീക്ക് അവളെ മനസ്സിലാവുന്നു. ശേഷം അവളുടെ വീട് എവിടെയാണെന്ന് അറിയുമോ എന്നുള്ള അവരുടെ ചോദ്യത്തിന് വീട് അറിയില്ല എന്നും പക്ഷെ അവൾ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാമെന്നും പറഞ്ഞ് ആ സ്ത്രീ കുറച്ചപ്പുറത്തുള്ള ഒരു ബിൽഡിംഗ് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഉടനെ അവർ രണ്ടുപേരും ആ സ്ത്രീക്ക് നന്ദി പറഞ്ഞ് ആ ബിൽഡിങ്ങിനടുത്തേക്ക് പോകുന്നു. കെട്ടിടം കണ്ട ഉടനെ അതൊരു ഇയർ ക്ലീനിങ് സലൂൺ ആണെന്ന് കാങ്ങിന് മനസ്സിലായി. ഇവിടെ നീ ഒരു പെണ്ണിന്റെ മടിയിൽ കിടന്നാൽ അവൾ നിന്റെ ചെവി ക്ലീൻ ചെയ്യും, നിനക്ക് അവളെ വളയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് കാങ് പാർക്കിനോട് ആ സ്ഥലത്തിന്റെ അവസ്ഥ ബോധിപ്പിച്ചു. ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് പിടിക്കപ്പെട്ടാൽ നമ്മളെ അക്കാദമിയിൽ നിന്നും പുറത്താക്കും, കാങ് പറഞ്ഞു. അകത്ത് കയറാതെ വേറെ നിവൃത്തിയില്ല. ഒരാൾ അകത്ത് കയറി ചെവി വൃത്തിയാക്കുന്ന രീതിയിൽ കാര്യം അന്വേഷിക്കുകയും മറ്റേയാൾ പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്താൽ മതി എന്ന് പാർക്ക് കാങ്ങിനോട് പറഞ്ഞു. ആരകത്തേക്ക് കയറുമെന്ന തർക്കം തീർക്കാൻ അവർ വീണ്ടും റോക്ക് പേപ്പർ സിസേഴ്സ് കളിക്കാൻ തുടങ്ങി. ഊഴം വീണത് കാങ്ങിനായിരുന്നു. കാങ് സലൂണിന്റെ അകത്തേക്ക് കയറി പോവുകയും പാർക്ക് പുറത്ത് കാവൽ നിൽക്കാനും തുടങ്ങി. അകത്തേക്ക് കയറിപ്പോയ കാങ് മിസ്സിംഗ് ആയ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനോട് റൂം നമ്പർ 3 പോകാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു. ഇതേ സമയം പുറത്ത് കാവൽ നിൽക്കുകയായിരുന്ന പാർക്ക് അടുത്തുള്ള ഹോട്ടലിൽ ഒരാൾ സോസേജ് കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. അത് കണ്ട് വായിൽ വെള്ളം വന്ന അവൻ സലൂണിന്റെ അടുത്ത് നിന്നും ഹോട്ടലിനടുത്തേക്ക് പോകുന്നു. അപ്പുറത്തെ റൂം നമ്പർ 3 വന്ന ആളോട് തനിക്ക് വേണ്ട പെൺകുട്ടിയുടെ രൂപത്തെക്കുറിച്ച് കാങ് പറഞ്ഞു കൊടുത്തു. ഉടനെ എന്തോ മനസ്സിലായെന്ന മട്ടിൽ അയാൾ അകത്തേക്ക് കയറിപ്പോയി. ശേഷം റൂം നമ്പർ 3 ഒരു സ്ത്രീ വന്നു. അവളെ കണ്ട ഉടനെ തന്നെ കാങ് ചെവി വൃത്തിയാക്കാനായി അവളുടെ മടിയിലേക്ക് കടന്നു. ഇതേ സമയത്ത് ഇയർ ക്ലീനിങ് സലൂണിലേക്ക് പോലീസ് വരുന്നത് ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന പാർക്ക് കാണുന്നു. ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് ഹോട്ടലിന് പുറത്തേക്ക് ഓടി. സലൂണിലേക്ക് കയറാൻ തുടങ്ങിയ പോലീസുകാർക്ക് നേരെ പാർക്ക് പുറകിൽ നിന്നും തെറി വിളിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. ഉടനെ തന്നെ അകത്തേക്ക് കയറിപ്പോയ പോലീസുകാർ പുറത്തേക്ക് വന്ന് പാർക്കിനെ പിടിക്കാൻ പുറകെ ഓടാൻ തുടങ്ങി. പക്ഷെ എത്ര ഓടിയിട്ടും പാർക്കിനെ പിടിക്കാൻ കഴിയാതെ പോലീസുകാർ തളർന്നുപോയി. ഇവൻ എന്താ ക്യാപ്റ്റൻ അമേരിക്കയാണോ? പോലീസുകാർ അവന്റെ ഓട്ടം കണ്ട് പരസ്പരം ചോദിച്ചു. ഇതേ സമയം ചെവി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കാങ് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ ഇവിടെ വന്നത് ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയല്ല എന്നും പറഞ്ഞ് അവൻ അവളോട് തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നു. അവൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോയത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യുൻജുൻ എന്ന പെൺകുട്ടിയാണെന്ന് അവൾ പറയുന്നു.
കാങ് യുങ്ജുങ്ങിന്റെ അഡ്രസ്സ് അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് 17 വയസ്സേ ഉള്ളൂവെന്നും വീട്ടിൽ നിന്നും ഓടി പോകുന്നതാണെന്നും അവൾ കാങ്ങിനോട് പറഞ്ഞു. അവളെപ്പോലെ വീട്ടിൽ നിന്നും ഓടി പോകുന്ന ബാക്കി 2 പേരുടെ കൂടെയാണ് അവൾ ഇപ്പോൾ താമസിക്കുന്നതെന്നും അവൾ അവനോട് പറഞ്ഞു. അവളുടെ കൂടെ താമസിക്കുന്നവരുടെ അഡ്രസ്സ് മേടിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കാങ് കണ്ടത് മുന്നിൽ തന്നെ പോലീസുകാർ വന്ന് നിൽക്കുന്നതാണ്. അപ്പോഴാണ് അതിലൂടെ പാർക്ക് ഓടി വരുന്നത്. പിറകെ പോലീസുകാരുമുണ്ട്. വിട്ടോടാ, അവനെ നോക്കി നിൽക്കുകയായിരുന്ന കാങ്ങിനോട് പാർക്ക് വിളിച്ചു പറഞ്ഞു. ശേഷം അവർ 2 പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. കാങ്ങിന്റെ കയ്യിലുള്ള അഡ്രസ്സ് നോക്കി അവർ ആ വീട്ടിലേക്ക് പോയി. അഡ്രസ്സിലുള്ള വീടിന്റെ വാതിലിൽ തട്ടിയപ്പോൾ തന്നെ ഒരാൾ വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആളോട് അവർ യുൻജുനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നു. ഉടനെ തന്നെ വാതിൽ തുറന്ന അവൻ വാതിലടച്ച് പുറകുവശത്തെ ഗേറ്റ് വഴി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ കാങ്ങിനും പാർക്കിനും അകത്തുണ്ടായിരുന്നൊരു സ്ത്രീ മറ്റവൻ രക്ഷപ്പെട്ട വഴി കാണിച്ചു കൊടുക്കുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ പാർക്കും കാങ്ങും അവനെ പിടിക്കാനായി 2 വഴികളിലൂടെ തിരിഞ്ഞോടി. ഓടിപ്പോയ ആളെ അന്വേഷിച്ച് പുറകെ ഓടിയ കാങ് അല്പം ഓടിയ ശേഷം അവൻ്റെ അടുത്തേക്ക് എത്തി. അവനുമായുള്ള ഏറ്റുമുട്ടലിൽ അക്കാഡമിയിൽ നിന്നും പഠിച്ച സെൽഫ് ഡിഫൻസ് അടവ് ഉപയോഗിച്ച് കാങ് അവനെ നിലത്ത് വീഴ്ത്തി. പെട്ടെന്ന് അവിടേക്ക് ഓടി വന്ന പാർക്ക് കാങ് അവനെ വീഴ്ത്തിയിട്ടിരിക്കുന്നത് കണ്ട് അന്താളിച്ചു നിന്നു. ഇത് വളരെ സിമ്പിളാണ്, അവിടുന്ന് പഠിപ്പിച്ച പോലെ അങ്ങനെ ചെയ്താൽ മതി എന്ന് കാങ് അവനോട് പറഞ്ഞു. ശേഷം അവർ വീണ് കിടക്കുന്നവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി തുറന്നു നോക്കിയ കാങ് മൊബൈലിൽ അവൻ ഡീലർക്ക് അയച്ച മെസ്സേജുകൾ കാണുന്നു. നീ അവളെ പണത്തിന് വേണ്ടി വിറ്റു അല്ലേ? കാങ് അവനോട് ചോദിച്ചു. ഗുൻഹു എന്ന ആളാണ് അവന്റെ ലീഡർ. വീട് വിട്ടിറങ്ങി വരുന്ന പെൺകുട്ടികളെ കാണിച്ചു കൊടുത്താൽ പണം തരാമെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് വേറൊന്നും അറിയില്ല, അവൻ അവരോട് പറഞ്ഞു. ഗുൻഹു ഇപ്പോൾ എവിടെയാണെന്നുള്ള അവരുടെ ചോദ്യത്തിന് ഡെറിംഡോങ്ങിലെ കെബാബ്സിലുണ്ടെന്ന് അവൻ മറുപടി പറയുന്നു. ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ലാം കെബാബ്സ് എന്ന് എഴുതിയ ഒരു കാർഡും കയ്യിലെടുത്ത് അവർ അവിടെ നിന്നും പോകുന്നു. ശേഷം അവർ പോയത് യുൻജുൻ താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു. യുൻജുനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് അവൻ യുൻജുന്റെ കൂടെ താമസിക്കുന്ന മറ്റു പെൺകുട്ടികളോട് ചോദിച്ചു. ശേഷം അവർ തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കാങ്ങിനോടും പാർക്കിനോടും പറയാൻ തുടങ്ങി. 1 വർഷം മുമ്പാണ് ഞങ്ങൾ അവളെ കണ്ടതെന്നും അവളുടെ 2ാം അച്ഛന്റെ ഉപദ്രവം കാരണമാണ് അവൾ വീട്ടിൽ നിന്നും ഓടി പോകുന്നതെന്നും അവർ പറയുന്നു. യുൻജുനെ തട്ടിക്കൊണ്ടുപോയ കാര്യം പാർക്ക് അവരോട് പറഞ്ഞപ്പോൾ അവർ കരയാൻ തുടങ്ങി. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ അവളെ കണ്ടെത്തുമെന്ന് പാർക്ക് അവർക്ക് ഉറപ്പ് കൊടുത്തു. ശേഷം നിങ്ങൾ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കോളൂ, യുൻജുനെ കിട്ടിയാൽ ഞാൻ അറിയിക്കാമെന്നും പറഞ്ഞ് പാർക്ക് കുറച്ച് പണം എടുത്ത് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അടുത്ത സീനിൽ അവർ കയ്യിലുണ്ടായിരുന്ന കാർഡിലെ അഡ്രസ്സ് വെച്ച് ടാക്സിയിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. ആരെങ്കിലും പരാതിപ്പെട്ടാലോ അല്ലെങ്കിൽ ചീഫുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ പോലീസുകാർ കേസെടുക്കൂ. പക്ഷേ ഇവിടെ കടത്തപ്പെട്ടവർക്ക് വേണ്ടി പരാതിപ്പെടാൻ കൂടെ താമസിക്കുന്നവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുമാണുള്ളത്. അവർ അങ്ങനെ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. മികച്ച പ്ലാൻ തന്നെയാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കാറിൽ വെച്ച് പാർക്കിനോട് കാങ് പറഞ്ഞു. അടുത്ത സീനിൽ യുൻജുനെ കാണിക്കുന്നു. അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് പേർ മുറി തുറന്നു വന്ന് അവളുടെ ദേഹത്ത് എന്തോ കുത്തിവെക്കുന്നു. ഇതേ സമയം കാങ്ങും പാർക്കും അവരുടെ കാർഡിൽ പറഞ്ഞ അഡ്രസ്സിലേക്ക് എത്തിച്ചേർന്നു. ഈ സ്ഥലം അത്ര പന്തിയല്ലെന്നും ഒരുപാട് ക്രൈമുകൾ ഇവിടെ നടക്കാറുണ്ടെന്നും അത്യാവശ്യമുള്ള കാര്യമില്ലെങ്കിൽ തിരികെ പോകുന്നതാണ് നല്ലതെന്നും ടാക്സി ഡ്രൈവർ അവരെ ഓർമ്മപ്പെടുത്തി. കാറിൽ നിന്നും ഇറങ്ങിയ അവർ നേരെ മുന്നിലുള്ള ബിൽഡിങ്ങിനകത്ത് കയറി അവിടെ ഇരുന്നു. അവരുടെ തൊട്ടടുത്തായി തന്നെ കുറച്ചു പേർ ഇരുന്ന് ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ശേഷം പാർക്ക് കാങ്ങിന്റെ അടുത്ത് നേരത്തെ ഡീലറുമായി ബന്ധപ്പെട്ടവന്റെ കയ്യിൽ നിന്നും മേടിച്ച ഫോൺ തായെന്ന് പറയുന്നു. ഫോൺ കയ്യിൽ കിട്ടിയ പാർക്ക് അതിൽ നിന്നും ഡീലറായ ഗുൻഹോയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവരുടെ തൊട്ടപ്പുറത്തിരുന്ന് ചീട്ട് കളിക്കുകയായിരുന്ന ഒരുവന്റെ കീശയിൽ നിന്നും ഫോൺ റിംഗ് ചെയ്യുന്നത് അവർ കണ്ടു. പക്ഷേ അയാൾ കോൾ കട്ട് ചെയ്തു. ഇപ്പോൾ ഗുൻഹോ ആരാണെന്ന് കാങ്ങിനും പാർക്കിനും മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്നാണ് ഗുൻഹോ തനിക്ക് കോൾ വന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചത്. ഗുൻഹോ വിളിച്ച ഉടനെ തന്നെ പാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ഉച്ചത്തിൽ അടിക്കുന്നത് കേട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നവർ ഓരോരുത്തരായി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നീയൊക്കെ ആരാണ്ടാ? അവന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നും ചോദിച്ച് അവർ പാർക്കിനെയും കാങ്ങിനെയും അടിക്കാൻ തുടങ്ങി. ശേഷം അവർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. അവർ ഓരോരുത്തരെയായി കാങ്ങും പാർക്കും അടിച്ചിടാൻ തുടങ്ങി. ശേഷം അടികൊണ്ട് വീണ് കിടക്കുകയായിരുന്ന ഗുൻഹോയോട് യുൻജുൻ എവിടെയാണെന്ന് അവർ ചോദിക്കുന്നു. പക്ഷെ അവൻ പറയാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ അവനെയും ബന്ധിച്ച് കൂടെ കൂട്ടി അവർ ആ കെട്ടിടത്തിന് വെളിയിലേക്ക് ഇറങ്ങി. ഇതേ സമയം ഗുൻഹോയെ ആരൊക്കെയോ ചേർന്ന് കെട്ടിയിട്ട് കൊണ്ടുപോയതറിഞ്ഞ് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന കുറച്ച് പേർ അവൻ അന്വേഷിച്ച് കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അടുത്ത സീനിൽ കാങ്ങും പാർക്കും ഗുൻഹോയുടെ കൂടെ ഒരു കെട്ടിടത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതിനകത്ത് വെച്ച് കാങ് തട്ടിക്കൊണ്ടുപോയ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നു. അവിടെയുള്ള ഓരോ മുറികളിലും ഒരുപാട് പെൺകുട്ടികളെ ബന്ദികളാക്കി ഇട്ടിരുന്നു. നീയൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പാർക്ക് ദേഷ്യത്തോടെ ഗുൻഹോയോട് ചോദിച്ചു. മരുന്ന് നൽകിയ ശേഷം പെൺകുട്ടികളുടെ അണ്ടാശയം വിൽപ്പനയ്ക്കായി ഓപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഗുൻഹോ മറുപടി പറഞ്ഞു. ശേഷം പാർക്കും കാങ്ങും ഒരു മുറി തുറന്ന അകത്തേക്ക് കയറി. അതിലൊരു പെൺകുട്ടി അവശയായി കിടപ്പുണ്ടായിരുന്നു. അവളുടെ അടിവയറ്റിന് താഴെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. നമുക്ക് ഇവിടെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പാർക്ക് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരോ? കാങ് തിരികെ ചോദിച്ചു. ആദ്യം ഇവളെ ഹോസ്പിറ്റലാക്കാമെന്നും ശേഷം പോലീസുമായി വന്ന് ബാക്കിയുള്ളവരെ രക്ഷിക്കാമെന്നും പാർക്ക് അവനോട് മറുപടി പറഞ്ഞു. രക്തം ഒഴുകിക്കിടന്നിരുന്ന ആ പെൺകുട്ടിയെയും പൊക്കിയെടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഗുൻഹോയെ അന്വേഷിച്ചു വന്ന ആളുകളുടെ മുമ്പിൽ അവർ ചെന്നുപെട്ടത്. പാർക്കിന്റെ കയ്യിലായിരുന്നു ആ പെൺകുട്ടി കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കാങ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ചാടി വീണ് അവരെ തടഞ്ഞ ശേഷം പാർക്കിനോട് അവിടെ നിന്നും പോവാൻ പറയുന്നു. ഞാൻ ഇപ്പോൾ തിരികെ വരാമെന്നും പറഞ്ഞ് പാർക്ക് കയ്യിലുണ്ടായിരുന്ന പെൺകുട്ടിയെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നതിനിടയിലാണ് കാങ് അടികൊണ്ട് നിലവിളിക്കുന്ന ശബ്ദം പാർക്ക് കേട്ടത്.
ഉടനെ തന്നെ അവൻ കയ്യിലുണ്ടായിരുന്ന പെൺകുട്ടിയെ ഒരിടത്തിരുത്തി തിരികെ വീണ്ടും കാങ്ങിന്റെ അടുത്തേക്ക് ഓടി. കാങ്ങിനെ രക്ഷിക്കാനായി തിരികെ എത്തിയ പാർക്കിനെയും മറ്റുള്ളവർ ചേർന്ന് അടിക്കാൻ തുടങ്ങി. അടുത്ത സീനിൽ പാർക്കിനെയും കാങ്ങിനെയും ഒരു മുറിയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും അബോധാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ബോധം വന്ന കാങ് തങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ അവയവങ്ങൾ ഓപ്പറേറ്റ് ചെയ്തെടുക്കാനായി അടയാളമിട്ടിരിക്കുന്നത് കാണുന്നു. പാർക്കിന് അപ്പോഴും ബോധം വന്നിരുന്നില്ല. പാർക്കിനെ ഉണർത്താനായി കാങ് അവന്റെ തലയിലേക്ക് തുപ്പുന്നു. പെട്ടെന്ന് ബോധം വന്ന പാർക്ക് എന്റെ മുഖത്തുകൂടെ എന്താണ് ഒലിച്ചിറങ്ങുന്നതെന്ന് കാങ്ങിനോട് ചോദിച്ചു. അത് രക്തമാണ്, നിന്റെ തല അടി കൊണ്ട് പൊളിഞ്ഞു കിടക്കുകയാണ്, കാങ് മറുപടി പറഞ്ഞു. ശേഷം എങ്ങനെയൊക്കെയോ തന്നെ കെട്ടിയിട്ടിരുന്ന കയർ പാർക്ക് ഊരിയെടുക്കുന്നു. ശേഷം കാങ്ങിനെ കെട്ടിയിട്ട കയറും അഴിച്ച് അവർ അവിടെ നിന്നും പോകാനൊരുങ്ങി. തൊട്ടപ്പുറത്തെ മുറിയിൽ അവരടിച്ച് ബന്ദിയാക്കിയിട്ടവരെല്ലാം കിടന്നുറങ്ങുകയാണ്. അവർക്കിടയിലൂടെ ശബ്ദമുണ്ടാക്കാതെ കാങ്ങും പാർക്കും പോകുന്നതിനിടയിലാണ് പാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന വാച്ചിൽ നിന്നും അലാം അടിച്ചത്. അവനത് ഓഫാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഉറങ്ങിക്കിടന്നവരെല്ലാം തന്നെ എഴുന്നേറ്റു. ഉടനെ പാർക്കും കാങ്ങും അവിടെ നിന്നും ഓടാൻ തുടങ്ങി. മറ്റുള്ളവർ അവരുടെ പുറകെ തന്നെ ഉണ്ട്. ഒരുവിധം അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട അവർ ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിച്ചേർന്നു. അവർ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. അപ്പുറത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കുറെ പെൺകുട്ടികളെ പൂട്ടിയിട്ടിട്ടുണ്ട് എന്ന് അവർ അകത്തുള്ള പോലീസുകാരനോട് പറഞ്ഞു. ഇവിടെ നിന്നും 5 മിനിറ്റ് ഓടാനുള്ള ദൂരമേ ഉള്ളൂ. സാർ ഞങ്ങളുടെ കൂടെ വരൂ, വിവരമൊക്കെ ഞങ്ങൾ വഴിയെ പറയാം എന്നവർ ആ പോലീസുകാരനോട് പറഞ്ഞു. ഇതൊന്നും വിശ്വാസം വരാത്ത ആ പോലീസുകാരൻ അവരോട് അവരുടെ ID കാർഡ് കാണിച്ചു കൊടുക്കാൻ പറയുന്നു. ID-യും പേഴ്സും അവരുടെ കൈവശമാണെന്ന് അവർ മറുപടി പറഞ്ഞു. ഇവിടെ ചില രീതികളെല്ലാം ഉണ്ട്, ID കാണിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പോലീസുകാരൻ കൈമലർത്തി. ഉടനെ പാർക്ക് പോലീസുകാരനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ആളുകളുടെ ജീവനേക്കാൾ വലുതാണോ തൻ്റെ രീതികളെന്ന് പാർക്ക് അയാളോട് ചോദിച്ചു. അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയവരെ പോലീസുകാരൻ ഷോക്കിംഗ് ഗൺ ഉപയോഗിച്ച് ഷോക്ക് അടുപ്പിച്ച് വീഴ്ത്തുന്നു. അടുത്ത സീനിൽ അവരുടെ സുപ്പീരിയറായ പ്രൊഫസർ യാങ്ങിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൾ വരുന്നതാണ് കാണിക്കുന്നത്. ഉടനെ കാർ എടുത്ത് സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ പാർക്കിനെയും കാങ്ങിനെയും കയ്യാമം വെച്ചിരുത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ID കയ്യിൽ ഇല്ലാതിരുന്നതിനും പോലീസ് സ്റ്റേഷനിൽ കയറി പ്രശ്നമുണ്ടാക്കിയതിനുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ പ്രൊഫസർ യാങ്ങിനെ അറിയിച്ചു. പ്രൊഫസർ യാങ് പറഞ്ഞതനുസരിച്ച് പാർക്കിനെയും കാങ്ങിനെയും ആ പോലീസുകാരൻ മോചിപ്പിച്ചു. ഉടനെ പ്രൊഫസർ യാങ്ങിന്റെ അടുത്ത് വന്ന് അവർ കെട്ടിടത്തിൽ പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യവും അവയവ കച്ചവടം നടത്തുന്നതിനെ കുറിച്ചുമെല്ലാം അയാളോട് പറഞ്ഞു. അടുത്ത സീനിൽ അവർ 3 പേരും ആ കെട്ടിടത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ആ കെട്ടിടത്തിനകത്തേക്ക് കയറി നോക്കി അവർ ഞെട്ടിപ്പോയി. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അവരെയൊക്കെ അവിടെ നിന്നും അവർ മാറ്റിയിരുന്നു. ഇതിനെക്കുറിച്ച് യൂണിറ്റുള്ള ആരോടെങ്കിലും നമുക്ക് സംസാരിക്കാമെന്ന് പ്രൊഫസർ യാങ് അവരോട് പറഞ്ഞു. അവർ ഉടനെ തന്നെ അന്വേഷണം തുടങ്ങുമെന്ന പാർക്കിന്റെ ചോദ്യത്തിന് അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല, അവർക്കും അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവില്ലെന്ന് പ്രൊഫസർ യാങ് മറുപടി കൊടുക്കുന്നു. അന്വേഷണം തുടങ്ങാൻ മിനിമം 2 ആഴ്ചയെങ്കിലും എടുക്കും, അയാൾ അവരോട് പറഞ്ഞു. പെട്ടെന്ന് അന്വേഷണം തുടങ്ങാൻ കഴിയുന്ന വല്ല യൂണിറ്റും ഉണ്ടോ എന്ന് കാങ് പ്രൊഫസറിനോട് ചോദിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അഥവാ SIU-വും റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് അഥവാ RIU-വും വേഗത്തിൽ കേസുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2 യൂണിറ്റും തിരക്കിലാണ് എന്ന് പ്രൊഫസർ അവരോട് പറഞ്ഞു. എന്നാൽ നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തിക്കൂടെ എന്ന് അവർ ചോദിക്കുമ്പോൾ അതിനൊന്നും കഴിയില്ല, നിങ്ങൾ വേഗം അക്കാഡമിയിലേക്ക് തിരികെ കയറാൻ നോക്കുമെന്ന് പ്രൊഫസർ മറുപടി കൊടുക്കുന്നു. അവരുടെ വണ്ടി നമ്പർ എനിക്കറിയാം, നിങ്ങൾക്ക് ഒറ്റ ഫോൺ കോൾ കൊണ്ട് അത് ആരുടേതാണെന്ന് കണ്ടെത്താനാവില്ലേ, ദയവ് ചെയ്ത് അതെങ്കിലും ചെയ്തു തരണമെന്ന് കാങ് പ്രൊഫസറോട് കേൺ അപേക്ഷിക്കുന്നു. ഉടനെ പ്രൊഫസർ ഫോണിൽ ഒരാൾക്ക് വിളിച്ച് വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. ആ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതായിരുന്നു കിട്ടിയ വിവരം. ഇനി ആ വണ്ടി നമ്പർ കണ്ടെത്താൻ CCTV ടേപ്പുകളുടെ സഹായം വേണം. അത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അപേക്ഷ മൂലമേ ലഭിക്കുകയുള്ളൂ. 1 മാസം കഴിഞ്ഞ് RIU-ന്റെ കേസുകളെല്ലാം ഒതുങ്ങി തുടങ്ങും. അപ്പോൾ അവർ നമ്മളെ സഹായിക്കുമെന്ന് പ്രൊഫസർ അവരെ അറിയിച്ചു. 1 മാസം എന്ന കാലയളവ് അവർക്ക് 2 പേർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. 2 പേരും അക്കാഡമിയിലേക്ക് കയറാൻ നോക്ക്, ഇനിയും ഇതിന്റെ പുറകെ കൂടിയാൽ എനിക്ക് നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും എന്ന് പ്രൊഫസർ അവരെ ഓർമ്മപ്പെടുത്തി. അവർ തിരികെ അക്കാഡമിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള സീനാണ് പിന്നീട് കാണിക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലല്ലേ? കുളിക്കുന്നതിനിടയിൽ പാർക്ക് കാങ്ങിനോട് ചോദിച്ചു. അവരെ നമുക്ക് രക്ഷിക്കാനുള്ള സമയം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു കാങ്ങിന്റെ മറുപടി. അപ്പോഴാണ് അവരോട് കടം മേടിച്ച് തന്റെ കോട്ടും തിരികെ ചോദിച്ചുകൊണ്ട് മറ്റേ കക്ഷി അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ദേഹത്തുണ്ടായ മുറിവുകൾ കണ്ടിട്ട് എന്താണ് പറ്റിയതെന്ന് അവൻ ചോദിച്ചു. ഒരു പ്രശ്നമുണ്ടായി, നിന്റെ കോട്ടൊന്ന് വിൽക്കേണ്ടി വന്നു എന്ന് പാർക്ക് അവന് മറുപടി കൊടുത്തു. അതൊക്കെ വിട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ എന്ന് അവൻ തിരികെ ചോദിക്കുമ്പോൾ അവർ പോയി എന്ന് പറയുന്നു. പെട്ടെന്നാണ് കാങ്ങിന് ഒരു ഐഡിയ തോന്നിയത്. നിന്റെ അച്ഛൻ ഇപ്പോഴും പോലീസിലല്ലേ? കാങ് അവനോട് ചോദിച്ചു. പോലീസിലാണെന്ന് മാത്രമല്ല ചീഫിന്റെ അടുത്ത ആൾ കൂടിയാണെന്നായിരുന്നു അവന്റെ മറുപടി. അപ്പോൾ CCTV സെന്ററിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ലേ എന്ന പാർക്കിന്റെ ചോദ്യത്തിന് അവൻ അറിയുന്ന ഒരാൾ ഉണ്ടെന്ന് മറുപടി പറയുന്നു. മെഡൂസ, അതാണ് അവളുടെ പേരെന്ന് അവരോട് പറയുന്നു. അടുത്ത സീനിൽ മെഡൂസ കുറച്ചുപേരെ ശകാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഈ മെഡൂസ എന്ന് വിളിക്കുന്ന ഇവർ തന്നെയാണ് മുൻപ് ട്രെയിനിങ് സെഷനിൽ വെച്ച് ഇവരെ കുന്നു കയറ്റിപ്പിച്ച ലീ ജൂഹി. ജോലി സമയത്ത് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതിനായിരുന്നു അവൾ മുമ്പിലുള്ള ആളുകളെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവൾക്കൊരു കോൾ വന്നത്. വിളിച്ചത് കാങ്ങും പാർക്കുമായിരുന്നു. ആദ്യം തന്നെ തങ്ങളെ പരിചയപ്പെടുത്തിയ ശേഷം അവർ മേഡത്തോട് വിവരം പറയുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിൽ വേറൊരു കാർ വന്നിടിച്ചു. പോലീസ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് എന്ന് പാർക്ക് മേഡത്തോടൊരു നുണ തട്ടിവിടുന്നു. അതിന് CCTV ടേപ്പ് നോക്കേണ്ടി വരും, സമയം പിടിക്കുമെന്ന് മെഡൂസ മറുപടി കൊടുക്കുന്നു. വളരെ അത്യാവശ്യമാണ് മാഡം, ഞങ്ങൾ ഇനി വേറെ ഒന്നും ചോദിക്കില്ലെന്ന് അവർ പറഞ്ഞ് കെഞ്ചുമ്പോൾ മെഡൂസ അതിന് സമ്മതിക്കുന്നു. ഡീറ്റെയിൽസ് എല്ലാം അയച്ചേക്ക്, എങ്ങനെയെങ്കിലും കണ്ടെത്തി തരാം എന്ന് മെഡൂസ അവരോട് പറയുന്നു.
മെഡൂസയുടെ സമ്മതം കിട്ടി അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. നമുക്കിനി തയ്യാറെടുപ്പാണ് വേണ്ടത്, കാങ് പാർക്കിനോട് പറഞ്ഞു. ശേഷം അവർ തങ്ങൾക്ക് വേണ്ട ഷോക്കിംഗ് തോക്കും മറ്റു ആയുധങ്ങളുമെല്ലാം പ്രൊഫസർ യാങ്ങിന്റെ പേരും പറഞ്ഞ് ഒരിടത്ത് നിന്നും മേടിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത ബുധനാഴ്ച ഇതെല്ലാം തിരിച്ചേൽപ്പിക്കണം എന്ന് അതെല്ലാം നൽകിയയാൾ അവരോട് പറഞ്ഞു. ശേഷം അവർ ആ തോക്കുകൾ ഉപയോഗിച്ച് മറ്റുമെല്ലാം പരിശീലനം നടത്തുന്നത് കാണിക്കുന്നു. നന്നായി വർക്കൗട്ട് ചെയ്തും മാർഷൽ ആർട്സ് പരിശീലിച്ചുമെല്ലാം അവർ തയ്യാറെടുക്കുകയാണ്. ആ പരിശീലനത്തിനിടയിലേക്കാണ് മെഡൂസയുടെ കോൾ വരുന്നത്. നിങ്ങൾ പറഞ്ഞ വണ്ടി നവംബർ 13-നും 27-നും വൈകിട്ട് 5 മണിക്ക് ക്വാഡ ജംഗ്ഷനിൽ നിന്നും സിയോൾ ആർട്ട് സെന്ററിലേക്ക് പോയിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇതിന് പുറകെയായി എച്ച് ഫെർട്ടിലിറ്റി ക്ലിനിക്കിന്റെ മറ്റൊരു വാൻ കൂടി ഉണ്ടായിരുന്നു എന്ന് അവരോട് പറഞ്ഞ ശേഷം മെഡൂസ ഫോൺ കട്ട് ചെയ്യുന്നു. എച്ച് ഫെർട്ടിലിറ്റി ക്ലിനിക്കിന് ഈ മനുഷ്യക്കടത്തിലും അവയവ കച്ചവടത്തിലുമായി എന്തോ ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ശേഷം ഗൂഗിളിൽ നോക്കി അവർ ആ ക്ലിനിക്കിന്റെ ഒഴിവു സമയം കണ്ടെത്തുന്നു. ആ അവധി ദിവസമായിരിക്കും ക്ലിനിക്കിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ കുട്ടികളിൽ നിന്നും അവർ അണ്ടം സ്വീകരിക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നു. അടുത്ത ക്ലിനിക്കിന്റെ അവധി ദിവസത്തിന് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് ഇതിന് കഴിയുമോ എന്ന് പാർക്ക് കാങ്ങിനോട് ചോദിച്ചു. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ എന്നായിരുന്നു കാങ്ങിന്റെ പ്രതികരണം. എന്തു വന്നാലും നമുക്ക് അവരെ രക്ഷിക്കണം എന്നും പറഞ്ഞ് അവർ തങ്ങളുടെ കൈകൾ കൂട്ടിയിടിക്കുന്നു. അടുത്ത സീനിൽ ഒരു ഡോക്ടറെയാണ് കാണിക്കുന്നത്. യുൻജുന്റെ തുടർ വിദ്യാഭ്യാസത്തിന് അവൾക്ക് ഒരുപാട് പണം വേണം, അതുകൊണ്ടാണ് അവൾ അണ്ടാശയം വിൽക്കുന്നത് എന്ന് കള്ളം പറഞ്ഞ ഡോക്ടർ തനിക്ക് മുമ്പിലിരിക്കുന്ന 2 പേരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും വളരെ ആരോഗ്യവതിയാണെന്നും ഡോക്ടർ അവരോട് പറയുന്നു. യുൻജുന്റെ അണ്ടാശയം സ്വീകരിക്കാൻ എത്തിയ ഫാമിലിയായിരുന്നു ഡോക്ടറുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അണ്ടം പുറത്തെടുക്കുന്നതിനും മറ്റുമായി $80,000 ചിലവ് വരുമെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി എന്ത് ചെലവാക്കാനും ഞങ്ങൾ ഒരുക്കമാണെന്നായിരുന്നു അവരുടെ മറുപടി. അടുത്ത സീനിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയാണ് കാണിക്കുന്നത്. അവർ ഓരോരുത്തരെയായി അവർ വാനിലേക്ക് പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കയറ്റിയ വാനുകളെല്ലാം എച്ച് ഫെർട്ടിലിറ്റി ക്ലിനിക്കിനകത്തേക്ക് കയറുന്നത് തൊട്ടപ്പുറത്തെ ബിൽഡിംഗിൽ ഇരുന്ന് പാർക്കും കാങ്ങും കാണുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളെ കൊണ്ടുപോയ വാൻ നേരെ ചെന്ന് നിന്നത് നേരത്തെ കാണിച്ച ഡോക്ടറുടെ അടുത്തായിരുന്നു. വാനിനെയും അതിലുള്ള പെൺകുട്ടികളെയും ഡോക്ടറെ ഏൽപ്പിച്ചപ്പോൾ ഡോക്ടർ കുറച്ച് പൈസ എടുത്ത് തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് നൽകുന്നു. ഇതേ സമയം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തനി പോലീസ് ലുക്കിലേക്ക് മാറുകയായിരുന്നു പാർക്കും കാങ്ങും. ഇടയിൽ പെൺകുട്ടികളെ ഓരോരുത്തരെയായി അവയവം എടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതും കാണിക്കുന്നു. കാങ്ങും പാർക്കും പോലീസ് വേഷത്തിൽ ക്ലിനിക്കിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്ന കിഡ്നാപ്പേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവന്മാർ വീണ്ടും വന്നോ? അവരിൽ ഒരാൾ ചോദിച്ചു. ശേഷം അവർക്കിടയിൽ ഒരു വൻ ഫൈറ്റ് തന്നെ നടക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അടിച്ചും ഷോക്കിംഗ് തോക്കുകൊണ്ട് വെടിവെച്ചും പാർക്കും കാങ്ങും കീഴടക്കുന്നു. അവർ 2 പേർക്കും നന്നായി പരിക്കേറ്റിരുന്നു. അവർ ഇനി എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് മുകളിലേക്ക് പോവാം, പരിക്കേറ്റ് കിടക്കുകയായിരുന്ന പാർക്ക് കാങ്ങിനോട് പറഞ്ഞു. ശേഷം ക്ലിനിക്കിനകത്തേക്ക് കയറി അവർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സ്ത്രീയോട് ഓപ്പറേഷൻ തിയേറ്റർ ഏത് ഫ്ലോറിലാണെന്ന് ചോദിക്കുന്നു. 8ാമത്തെ ഫ്ലോറിലാണെന്ന് ആ സ്ത്രീ മറുപടി പറയുന്നു. അവൾക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് അവർ ലിഫ്റ്റിൽ കയറി നേരെ 8ാമത്തെ ഫ്ലോറിലെത്തി. ലിഫ്റ്റ് തുറന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് കിഡ്നാപ്പേഴ്സിന്റെ കൂട്ടത്തിലുള്ള അല്പം തടിമിടക്കുള്ള ഒരാൾ വന്ന് അവരെ ലിഫ്റ്റിൽ വെച്ച് അടിക്കാൻ തുടങ്ങിയത്. അവനുമായി ഫൈറ്റിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരുപാട് ശ്രമപ്പെട്ട് അവർ 2 പേരും അവനെ അടിച്ചു വീഴ്ത്തി. അവർ വിലങ്ങണിയിക്കുന്നു. അവന്റെ കൈയും കാലും വിലങ്ങ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത ശേഷം അവർ വീണ്ടും എഴുന്നേറ്റ് ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി പോകുന്നു. ഓ, ഇതൊന്നും കളയല്ലേ, തിരികെ കൊടുക്കാനുള്ളതാണ് എന്ന് താഴെ വീണ അവരുടെ തോക്കെല്ലാം പെറുക്കിയെടുക്കുന്നതിനിടയിൽ പാർക്ക് പറയുന്നു. ശേഷം ഓപ്പറേഷൻ റൂമിലേക്ക് നടന്നു കയറി അവർ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ഇരിക്കുകയായിരുന്ന ഡോക്ടറെ അടിച്ചിട്ട ശേഷം ഓപ്പറേഷൻ മുടക്കുന്നു. ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ എവിടെ? അവർ ഒരു നേഴ്സിനോട് ചോദിച്ചു. ശേഷം അവർ 2 പേരും ഒരു റൂം തുറന്ന് അകത്തേക്ക് കടക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാനായി മയക്കി കിടത്തിയിരുന്ന പെൺകുട്ടിയെ അവർ തോളിലെടുത്ത് ഇട്ടിട്ടുണ്ട്. തുറന്നു കയറിയ റൂമിൽ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ എല്ലാം കിടത്തിയിട്ടുണ്ട്. നമുക്ക് പ്രൊഫസർ യാങ്ങിനെ വിളിച്ച് കാര്യം പറയാമെന്ന് കാങ് പാർക്കിനോട് പറയുന്നു. പറഞ്ഞാൽ നമ്മളെ അയാൾ അക്കാഡമിയിൽ നിന്നും പുറത്താക്കുമെന്നായിരുന്നു പാർക്കിന്റെ മറുപടി. നമുക്ക് വേറെ വഴിയില്ല, നീ വിളിക്കുമെന്ന് കാങ് പറയുമ്പോൾ പാർക്ക് വേറെ നിവൃത്തിയില്ലാതെ അതിന് സമ്മതിക്കുന്നു. അടുത്ത സീനിൽ ഒരുപാട് പോലീസ് വാഹനങ്ങൾ ക്ലിനിക് ലക്ഷ്യമാക്കി വരുന്നതാണ് കാണിക്കുന്നത്. അതിൽ നിന്നെല്ലാം തോക്കേന്തിയ ഒരുപാട് പോലീസുകാർ ഇറങ്ങി ക്ലിനിക് ലക്ഷ്യമാക്കി ഓടുന്നുണ്ട്. അടുത്ത സീനിൽ പോലീസ് അക്കാദമിയാണ് കാണിക്കുന്നത്. അവിടെ വിചാരണയ്ക്കായി ഒരു മുറിയിലേക്ക് കയറാനിരിക്കുകയാണ് പ്രൊഫസർ യാങ്. ഇന്ന് നിങ്ങളെ പുറത്താക്കിയാലും യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ലല്ലോ എന്ന് പ്രൊഫസർ യാങ് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തത് ശരിയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസമെന്നും പക്ഷേ ഞങ്ങൾക്ക് പോലീസ് ആവാൻ ആഗ്രഹമുണ്ടെന്നും അവർ പ്രൊഫസറിനോട് പറയുന്നു. വിചാരണ മുറിയിൽ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ നടക്കുകയാണ്. ആ വാദങ്ങളെല്ലാം തർക്കങ്ങളായി മാറിയപ്പോൾ ജഡ്ജി വിഷയത്തിൽ ഇടപെടുന്നു. ഉടനെ ജഡ്ജ് പ്രൊഫസർ യാങ്ങിനോട് തന്റെ അഭിപ്രായം പറയാനായി പറഞ്ഞു. പൗരന്മാർക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രതികരിക്കണമെന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ അവർ ചെയ്താൽ നമ്മൾ തന്നെ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. വ്യക്തിപരമായി എനിക്ക് ഇവരോട് അസൂയയാണ്, കാരണം മറ്റുള്ളവരെ പോലെ ഇവർ സ്വാർത്ഥരല്ല എന്ന് യാങ് തന്റെ അഭിപ്രായം അവരോട് പറയുന്നു. വിചാരണ കഴിഞ്ഞ് റൂമിനകത്തുള്ളവർ വെളിയിലേക്ക് വരുന്ന സീനാണ് അടുത്തതായി കാണിക്കുന്നത്. പുറത്ത് കാങ്ങും പാർക്കും നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളെ പുറത്താക്കേണ്ടതായിരുന്നു, പക്ഷേ പ്രസിഡന്റ് കരുണ കാണിച്ച് നിങ്ങളെ 1 വർഷം പുറകിലേക്ക് ഇരുത്തി. കൂടാതെ 500 മണിക്കൂർ ഡിറ്റൻഷനുമുണ്ട്.
എന്ന് യാങ് അവരോട് പറഞ്ഞു. അടുത്ത സീനിൽ അക്കാദമിയിൽ ഡിറ്റൻഷൻ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന പാർക്കിനെയും കാങ്ങിനെയുമാണ് കാണിക്കുന്നത്. ഇനിയും എത്ര മണിക്കൂർ ഡിറ്റൻഷൻ ബാക്കിയുണ്ടെന്ന് പാർക്ക് യാങ്ങിനോട് ചോദിക്കുമ്പോൾ 473 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് അവൻ മറുപടി കൊടുത്തു. അപ്പോഴാണ് അവിടേക്ക് അവർ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച യുൻജുൻ വന്നത്. ഓടി വന്ന് അവൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. ശേഷം അവർ അവൾക്ക് തങ്ങളുടെ ക്യാമ്പസ് ചുറ്റി കാണിക്കുന്നു. പോകുന്നതിനിടയിൽ അവർ തങ്ങളുടെ സ്ഥിരം അടവുകളും പുറത്തെടുക്കുന്നുണ്ട്. കുട്ടി സുന്ദരിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. യുൻജുനെയും കൊണ്ട് അവർ അക്കാദമിയിലൂടെ നടന്നു പോകുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു എന്റർടൈനർ എന്ന നിലയിൽ മികച്ച കോമഡിയും ഒപ്പം ആക്ഷനും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കളർഫുൾ പാക്കേജാണ് ഈ സിനിമ. അല്പം റിലാക്സ്ഡ് ആയിരുന്ന് കാണാനുള്ള ഒരു മൂഡിലാണ് സിനിമ നീങ്ങുന്നത്. ഒപ്പം തന്നെ നിയമവ്യവസ്ഥിതികളുടെ പാളിച്ചകൾക്ക് ചെറുതായൊരു പ്രഹരവും സിനിമ നൽകുന്നുണ്ട്. നല്ല ഫ്രഷ് മൂഡിൽ എന്റർടൈൻ ചെയ്ത് കാണാൻ കഴിയുന്ന ഒരു കൊച്ചു സിനിമയാണ് മിഡ് നൈറ്റ് റണ്ണേഴ്സ്. സോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.